അദ്ദേഹം ആഗ്രഹിക്കുന്നത് മോക്ഷമല്ല, ഇനിയും ജനിച്ചോട്ടെ. ഇവർക്കൊന്നും ഇനി പുനർജന്മത്തെപ്പറ്റി പേടിയൊന്നുമില്ല. കവി പാടിയതുപോലെ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നാണ്. ഇവിടെ ഇനിയും ജനിച്ചോട്ടെ, വിരോധമൊന്നുമില്ല. വീണ്ടും ജനിച്ചോട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷേ ഓരോ ജന്മത്തിലും ആരായിട്ട് ജനിച്ചാലും എവിടെ ജനിച്ചാലും എപ്പോൾ ജനിച്ചാലും ഓരോ ജന്മത്തിലും ദേശകാല പരിച്ഛേദമില്ലാത്ത ടൈമും സ്പേസുമാണ് ഈ ഡിവിഷൻ ഉണ്ടാക്കുന്നത്. ടൈമും സ്പേസും ഇല്ലായിരുന്നുവെങ്കിൽ അൺഡിവൈഡഡ് ആണ് ഇത്. പക്ഷെ സ്പേസും ടൈമും വന്നപ്പോൾ, കാലവും ദേശവും വന്നപ്പോഴാണ് അപരിച്ഛേദ്യമായത് പരിച്ഛേദിക്കപ്പെട്ടത്. ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം ഇവിടെ ഒന്ന് ഓർക്കുക, ദേശകാല അപരിച്ഛിന്ന. ദേശകാലങ്ങളാൽ അപരിച്ഛിന്നയാണ് ദേവി. ദേശകാലങ്ങളാൽ പരിച്ഛിന്നരാകുമ്പോഴാണ് പലതുണ്ടാകുന്നത്. അപരിച്ഛിന്നമാകുമ്പോൾ ഏകമായതായി തീരും. അപ്പോൾ ഓരോ ജന്മത്തിലും ദേശകാല പരിച്ഛേദമില്ലാത്ത ഭഗവാനിൽ നിരതിശയ പ്രേമവും, അതിശയിപ്പിക്കുന്ന പ്രേമം, നിരതിശയ പ്രേമവും ഭഗവാനെ തന്നെ ആശ്രയിച്ച മഹാത്മാക്കളിൽ സംഘവും ഭവിക്കട്ടെ. ആരുമായിട്ടാണോ കൂടുന്നത് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് സംഗമിക്കും. മദ്യത്തോട് അഭിരുചിയുള്ളവരോടാണ് നാം കൂടുന്നതെങ്കിൽ മദ്യപാനാസക്തി വളരും. സിനിമ കാണുന്നവരോടാണ് സംഗമം കൂടുന്നതെങ്കിൽ സിനിമ കാണാനുള്ള ആസക്തി കൂടും. ഫുട്ബോൾ കളിക്കാരോടാണ് സംഗമമെങ്കിൽ ഫുട്ബോൾ കളി കാണാനും കളിക്കാനും ഉള്ള ആസക്തി കൂടും. ഷീട്ട് കളിക്കാരോടാണ് കൂട്ടുകയെങ്കിൽ ഷീട്ട് കളിക്കാനുള്ള താല്പര്യം കൂടും. ആരോടാണോ കൂടുന്നത് അവരുടെ കളക്റ്റീവ് സ്വഭാവം നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ആരോടാ കൂടുന്നത് എന്നുള്ളത് സൂക്ഷിക്കണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ, ഐ വിൽ ടെൽ യു ഹൂ യു ആർ. അതുകൊണ്ട് നമ്മളുടെ കൂട്ട് ശ്രദ്ധിക്കണം. ഇദ്ദേഹം അതുകൊണ്ട് മഹർഷിമാരോട് പറയുകയാണ്, ഭഗവാനെ തന്നെ ആശ്രയിച്ചാൽ മാത്രം പോരാ, മഹാത്മാക്കളിൽ ഭഗവാനെ തന്നെ ആശ്രയിച്ച മഹാത്മാക്കളിൽ സംഘവും ഭവിക്കട്ടെ. ആ ദേശകാല പരിച്ഛേദമില്ലാത്ത ഭഗവാനിൽ നിരതിശയമായ പ്രേമമുണ്ടായാൽ പോരെ. എന്തുകൊണ്ട് ഈ പ്രേമം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? അൾട്ടിമേറ്റ് ശ്രദ്ധയാണ് പ്രേമം. ഈ പ്രേമിക്കുന്നവർ തമ്മിൽ, എനിക്ക് പ്രേമിച്ച അനുഭവമില്ല, കേട്ട് പരിചയമേ ഉള്ളൂ. ഗീതഗോവിന്ദം, ജയദേവ മഹാകവിയുടെ ഗീതഗോവിന്ദം വായിച്ചിട്ടുള്ള പരിചയമൊക്കെ ഉള്ളൂ. പക്ഷെ പ്രേമിക്കുന്നവർക്ക് സകലത്തും അവരുടെ പ്രണയിതാവിനെ ഓർമ്മിപ്പിക്കും. രാധയ്ക്ക്, പ്രണയപരവശയായ രാധയ്ക്ക് ഇരുട്ട് കാണുമ്പോൾ കായാമ്പൂവർണ്ണനെ ഓർക്കും. എന്തും ഭഗവാനെ ഓർമ്മിപ്പിക്കും. കമിതാക്കൾ തമ്മിലുള്ള ഒരു മനോഭാവം അതാണ്. അപ്പോൾ നിരതിശയമായ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കണ്ടാലും ഭഗവാനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശ്രദ്ധയാണ് പ്രേമം. അതുകൊണ്ട് ഭക്തി എന്നുള്ള വാക്കിന് ശ്രദ്ധ എന്നൊരർത്ഥവും ഉണ്ട്. നമ്മൾ പറയുന്ന മൃദുലമായ ലോലമായ വികാരമല്ല അത്, ഉദാത്തമായ ഒരു ഭാവമാണ് ഈ ഭക്തി. ആ നിരതിശയ പ്രേമവും ഭഗവാനെ തന്നെ അങ്ങനെ നിരതിശയ പ്രേമം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കമ്പനി ശരിയല്ല എന്ന് വിചാരിക്കുക, ഈ പ്രേമം ഒരു പൊളിച്ചടുക്കി കൈ തരും. നമുക്ക് അപരിച്ഛേദനായ ഭഗവാനോട് നിരതിശയമായ പ്രേമമുണ്ട്. കംപ്ലീറ്റ്ലി എന്ത് കണ്ടാലും നമ്മൾ ഭഗവാനെ ഓർക്കും, ഭഗവതിയെ ഓർക്കും. ഭഗവാനായാലും ഭഗവതി ആയാലും ഒക്കെ സെയിമാണ്. ഭഗവാനായാലും ഭഗവതി ആയാലും പരമമായത് ഒന്നേ ഉള്ളൂ. അതിനെ ഭഗവാൻ എന്നും വിളിക്കാം, ഭഗവതി എന്നും വിളിക്കാം, അതൊന്നും വിളിക്കാം, അതെന്ത് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്ത് കണ്ടാലും നമ്മൾ നീലാകാശം കണ്ടാൽ കായാമ്പൂ വർണ്ണനെ ഓർക്കും. രാത്രിയുടെ ഇരുട്ട് കണ്ടാൽ കണ്ണൻ്റെ കുനുകുന ഉള്ള മുടികൾ ഓർക്കും. മയിലിനെ കണ്ടാൽ ഭഗവാന്റെ തലയിൽ ചൂടിയിരിക്കുന്ന മയിൽപീലിയെ ഓർക്കും. എന്ത് കണ്ടാലും ഇങ്ങനെ ഓർക്കും. കൂട്ട് ശരിയല്ല എന്ന് വിചാരിക്കുക, കമ്പനി ശരിയല്ല എന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു മയിൽ പീലി വിടർത്തി നൃത്തമാടുന്നത് കാണുമ്പം ഭഗവാൻ കൃഷ്ണനെ പറ്റി പറയാൻ തുടങ്ങിയാൽ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങും. അവർ ക്രമേണ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. ദേശകാല പരിച്ഛേദമില്ലാത്ത ഭഗവാനിലുള്ള നിരതിശയ പ്രേമം കൂട്ടുകെട്ടിൻ്റെ മാഹാത്മ്യം കാരണം പൊളിച്ചടുക്കി കൈ തരും. അതുകൊണ്ട് ഇത് ഉറക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ തന്നെ ആശ്രയിച്ച മഹാത്മാക്കളിൽ സംഘവും ഭവിക്കട്ടെ. സർവത്തിലും മൈത്രി ഭവിക്കട്ടെ. എല്ലാത്തിനോടും മിത്രതാഭാവം ഉണ്ടാകട്ടെ.
ഈ പ്രപഞ്ചത്തിൽ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, ഈ പ്രപഞ്ചം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, മറിച്ച് ഈ പ്രപഞ്ചം എല്ലാ നിമിഷവും എന്നെ ഭഗവാനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഭഗവത് പാദാരവിന്ദങ്ങളെ സ്മരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൂചനകളാണ് ഈ സമസ്ത പ്രപഞ്ചവും സദാ എനിക്ക് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനോടും മൈത്രി ഭവിക്കട്ടെ. ദ്വിജന്മാർക്ക് നമസ്കാരം, ഈശ്വരോന്മുഖമായി ചരിക്കുന്നവർക്ക് നമസ്കാരം. ധീരനായ രാജാവ് ഇങ്ങനെ തീരുമാനിച്ച് ഗംഗാനദിയുടെ തെക്കേക്കരയിൽ കിഴക്കോട്ട് തലയാക്കി വിരിച്ച കുശപ്പുല്ലിൽ പുത്രനിൽ ഭാരമെല്ലാം ഏൽപ്പിച്ച് വടക്കോട്ട് നോക്കിയിരുന്നു. വടക്കോട്ട് നോക്കിയിരിക്കുന്നത് പരമമായ ഗതിയെ പ്രാപിക്കാനാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപാസനയ്ക്ക് ഇരിക്കുന്നത് കിഴക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുക. കാരണം കാലചക്രം തിരിയുന്നത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് കാലചക്രം തിരിയുന്നത് എന്നുള്ളത് കൊണ്ട് കിഴക്കോട്ട് നോക്കിയിരിക്കാനാണ് സാധാരണ പറയുക. കിഴക്ക് നോക്കിയിരുന്ന് ഉപാസന ചെയ്താൽ ഭോഗമോക്ഷങ്ങൾ സാധ്യമാകും. വടക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ മോക്ഷപ്രധാനം, അറിവാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഇനി അദ്ദേഹത്തിന് വേറെ കാര്യമൊന്നും ചെയ്യാനില്ല. ലൈഫിൽ അറ്റൈൻ ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിലൂടെ മറ്റൊരു കാര്യവും വ്യാസഭഗവാൻ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അക്കംപ്ലിഷ്ഡ് ആയിരിക്കണം ജീവിതത്തിൽ. കഴിവുകൾ അതിൻ്റെ പരമാവധി ഉപയോഗിച്ച് എത്താവുന്ന പരമാവധി ഉയരത്തിൽ എത്തണം. ആ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള കഴിവുകളെ കണ്ടെത്തി അതിനെ പൂർണ്ണമായും പരിപോഷിപ്പിച്ച് എത്താവുന്ന ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ ജീവിതത്തിലുണ്ടാകുന്ന സെറ്റ് ബാക്കുകൾ ഇങ്ങനെയുള്ള ഒരു ഡൈവേർഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാളിപ്പോവും. അതുകൊണ്ട് അക്കംപ്ലിഷ്ഡ് ആയിരിക്കണം. ഒന്നും പറ്റാത്തവന് പറ്റുന്ന പണിയല്ല ആധ്യാത്മികത. എല്ലാം പറ്റിയവന് പോസിറ്റീവ് അർത്ഥത്തിൽ പറ്റുന്ന പണിയാണ് ആധ്യാത്മികത. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ബിസിനസ് തോറ്റു, കുറേ ബിസിനസ്സുകൾ ചെയ്തു, പരാജയപ്പെട്ടു, ഉടനെ ദിവ്യാനുഭൂതി എവിടുന്നോ വന്നു, റിയലൈസ്ഡായി. പല 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 കച്ചവടത്തിൽ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് അതൊന്നും ഫലിക്കാതെ വന്നപ്പം ആധ്യാത്മിക കച്ചവടത്തിന് ഇറങ്ങി. അവരെയൊക്കെ സൂക്ഷിക്കേണ്ടതുമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ജ്ഞാനമാണ് ആഗ്രഹിച്ചത് എന്നുള്ളത് കൊണ്ട് വടക്കോട്ട് നോക്കി ഇരുന്നു. ആ നരദേവദേവൻ ഇങ്ങനെ പ്രായോപവേശം ചെയ്തപ്പോൾ ദേവസംഘങ്ങൾ അദ്ദേഹത്തെ പ്രശംസിച്ചു. അണ്ണാസാരെ പട്ടിണി കിടന്നപ്പോൾ പണ്ട് നാട്ടുകാരെല്ലാം പ്രശംസിച്ചതുപോലെ എല്ലാവരും ഗംഭീരാണെന്ന് പറഞ്ഞു. നമ്മളല്ലല്ലോ പട്ടിണി കിടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഏതായാലും എല്ലാവരും പ്രശംസിച്ചു. സന്തോഷത്തോടെ ഭൂമിയിൽ പുഷ്പവർഷം ചൊരിഞ്ഞു. ദുന്ദുഭിയുടെ ശബ്ദം വീണ്ടും വീണ്ടും മുഴങ്ങി, മംഗളശബ്ദങ്ങളൊക്കെ മുഴങ്ങി. അവിടെ വന്നെത്തിയ മഹർഷിമാരെല്ലാം പ്രജാനുഗ്രഹത്തിൽ മനസ്സും കഴിവുമുള്ള ഭഗവാനൊത്ത ഗുണഗണങ്ങളാൽ സ്വരൂപനായ അദ്ദേഹത്തെ പ്രശംസിച്ച് കൊള്ളാം കൊള്ളാം എന്നിങ്ങനെ അനുമോദിച്ച് പറഞ്ഞു. എല്ലാവരും വന്ന ആൾക്കാരെല്ലാം പറഞ്ഞു ബലേബേഷ്. സാധാരണ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഉണ്ടായിട്ടും ത്യജിച്ചില്ലേ. അങ്ങനെ പലതരം കമൻറ്റുകൾ നമുക്ക് ഭാവന ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ഭാവന ചെയ്യുകയും വേണം. നമ്മളിനി ഇതിൻ്റെ ഉദ്ദേശം കേട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ പോകുമ്പോൾ അവിടെ പിന്നെയും അത് വിസ്തരിച്ച് പറയും. ഭാവന ഉണർന്നുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. അപ്പോൾ അങ്ങനെ ബലേഭേഷ്, കൊള്ളാം കൊള്ളാം എന്നിങ്ങനെ അനുമോദിച്ചു. രാജഋഷിവര്യ കഥ പറയുകയാണ്. ശ്രീകൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരിൽ ഈ മഹാത്യാഗം ആശ്ചര്യകരമല്ല. സൂതൻ തുടർന്ന് പറയുകയാണ്, രാജഋഷിവര്യ, ശ്രീകൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരിൽ ഈ മഹാത്യാഗം ആശ്ചര്യകരമല്ല. എന്തെന്നാൽ അങ്ങയുടെ പൂർവികന്മാർ ഭഗവത് പ്രാപ്തിക്ക് ആഗ്രഹിച്ച് കിരീടവും സിംഹാസനവുമെല്ലാം പരിത്യജിച്ചിട്ടുള്ളവരാണല്ലോ. അവരും ഇതേപോലെ, അദ്ദേഹത്തിൻ്റെ പൂർവികർ പാണ്ഡവർ ഇതേപോലെ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കൃതകൃത്യരായി കഴിഞ്ഞതിന് ശേഷം, ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന ഉത്തമ ബോധ്യം ഉണ്ടായതിന് ശേഷം അവർ എല്ലാത്തിനെയും വെടിഞ്ഞു. ഇപ്പോൾ ഒരു വെടിയലും ഇല്ല, ഇപ്പോൾ അള്ളിപ്പിടിക്കലാണ്. ഈ അള്ളിപ്പിടിക്കുന്നത് കൊണ്ടാണ് പ്രയാസം. പഴയ ആശ്രമധർമ്മങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം,
ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വൃദ്ധസദനങ്ങൾക്കും പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു, ഒന്നിനും പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഴിഞ്ഞാലും മനുഷ്യൻ്റെ ആ ആഗ്രഹം അങ്ങോട്ട് തീരുന്നില്ല. പൂന്താനം പാടിയതുപോലെ എണ്ണി എണ്ണി കുറയുന്നി തായുസ്സും മണ്ടി മണ്ടിക്കരയേറുന്നു മോഹവും. അങ്ങനെയാണ്, എത്രയായാലും മതി വരുന്നില്ല. പണ്ട് അങ്ങനെയല്ല, കൃതകൃത്യരായിരുന്നു. എന്താ കാരണം? അവർ അക്കംപ്ലിഷ്ഡ് ആയിരുന്നു, അവർ സ്കിൽഡായിരുന്നു. അവരുടെ കഴിവുകളെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതകാലത്തിൽ പരിപോഷിപ്പിച്ച് അതിൻ്റെ സുഖദുഃഖങ്ങൾ ആസ്വദിച്ചവർ, അനുഭവിച്ചവർ ആയിരുന്നു. അല്ലാതെ ഒന്നിനും പറ്റാത്തവർ ആയിരുന്നില്ല. ഇത് ശ്രദ്ധിച്ച് കേട്ടു മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്കാണ് ഒരു പരിധി എത്തുമ്പോൾ മതി, ഈശ്വരോന്മുഖരായിരിക്കുകയും വേണം. പാണ്ഡവർ സദാ സർവദാ ഈശ്വരോന്മുഖരുമായിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും അവരെപ്പോഴും ശ്രീകൃഷ്ണനെ പറ്റി ചിന്തിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ പോലും അവരോടൊപ്പം ഈശ്വരൻ ഉണ്ടായിരുന്നു. എല്ലായിടത്തും എപ്പോഴും ഈശ്വരൻ ഉണ്ടാകണം. അതാണത് സൂചിപ്പിക്കുന്നത്. എവിടെ പോയാലും നമ്മളോടൊപ്പം ഈശ്വരൻ ഉണ്ടാകണം. എവിടെ പോയാലും, കുളിക്കാൻ കയറിയാലും ഈശ്വരൻ ഉണ്ടാകണം, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈശ്വരൻ ഉണ്ടാകണം, ഉണ്ണാനിരിക്കുമ്പോഴും ഈശ്വരൻ ഉണ്ടാകണം, ഓഫീസിൽ പോകുമ്പോഴും ഈശ്വരൻ ഉണ്ടാകണം, നടക്കാൻ പോകുമ്പോഴും ഈശ്വരൻ ഉണ്ടാകണം, വഴക്കുണ്ടാക്കാൻ പോകുമ്പോഴും ഈശ്വരൻ ഉണ്ടാകണം. എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടാകണം. എന്നാൽ തൻ്റെ കഴിവുകളെ അതിൻ്റെ പൂർണ്ണതയിൽ പരിപോഷിപ്പിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യണം. ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് പാശുപതം കിട്ടാൻ വേണ്ടി മഹാദേവനെ അർജുനൻ തപസ് ചെയ്തത്. അപ്പോൾ കഴിവ് മുഴുവൻ പരിപോഷിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മതി എന്ന് തോന്നും. ഇതങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊക്കെ വിട്ടുപോകാൻ മടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പൂർവികർ ഇദ്ദേഹത്തെ പോലെ തന്നെയാണ്. അവരെന്ത് ചെയ്തു? അവർ ശ്രീകൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരിൽ ഈ മഹാത്യാഗം ആശ്ചര്യകരമല്ല. ഈശ്വരനെ എല്ലാത്തിനും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവരിൽ, ഭഗവാനെ ശ്രീകൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരിൽ ഈ മഹാത്യാഗം ഈ മഹാത്യാഗം ആശ്ചര്യകരമല്ല. ഇവരെപ്പോഴും ഭഗവാനെ ആശ്രയിച്ചായിരിക്കണത്. ഇവർ കരഞ്ഞാലും ഭഗവാനെ ആശ്രയിക്കും, ചിരിച്ചാലും ഭഗവാനെ ആശ്രയിക്കും, ഇവർക്ക് ഭയം വന്നാലും ഭഗവാനെ ആശ്രയിക്കും, ദേഷ്യപ്പെട്ടാലും ഇവർക്ക് വെറുപ്പ് വന്നാലും ഭഗവാനെ ആശ്രയിക്കും. എല്ലാത്തിനും ഇവർക്ക് ദൂത് പോകണമെങ്കിലും ഭഗവാനെ ആശ്രയിക്കും, തേരോടിക്കണമെങ്കിലും ഭഗവാനെ ആശ്രയിക്കും, ഒക്കത്തിനും ഭഗവാനെ ആശ്രയിക്കും. എന്ത് ചെയ്യുമ്പോഴും ഭഗവതാശ്രയമായിട്ടാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരാളിൽ ഈ ത്യാഗം, ഈ മഹാത്യാഗം ആശ്ചര്യകരമല്ല. അവരൊരു പരിധി എത്തുമ്പോൾ ഇത് ത്യജിക്കും. അത് ആശ്ചര്യകരമല്ല. എന്തെന്നാൽ അങ്ങയുടെ പൂർവികന്മാർ ഭഗവത് പ്രാപ്തിക്ക് ആഗ്രഹിച്ച് കിരീടവും സിംഹാസനവും എല്ലാം പരിത്യജിച്ചിട്ടുള്ളവരാണല്ലോ. അങ്ങയുടെ പൂർവികന്മാർ അങ്ങേക്ക് ഈ ഭരണഭാരം ഏൽപ്പിച്ച് തന്നത് യുധിഷ്ഠിരനാണ്. അദ്ദേഹം യാത്ര പോവുകയാണ്, നടന്നു പോവുകയാണ്. ഇത്രയൊക്കെ നേടിയിട്ടും അവസാനം അതിനെ ഉപേക്ഷിക്കാൻ അവർക്ക് സാധിച്ചത് എങ്ങനെയാണ്? ഭഗവാനെ ആശ്രയിച്ചിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. നമുക്കൊന്നും എന്താ അത് സാധിക്കാത്തത്? 2 നേരെ ഒരു ദിവസം ഭഗവാനെ ആഗ്രഹിക്കുകയുള്ളൂ, അത് വല്ലതും കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ല. എപ്പോഴും രാവിലെ വൈകുന്നേരവും. കോണിച്ചോട്ടിൽ ചെരുപ്പ് വയ്ക്കുന്ന പോലെയാണ് ജീവിതത്തിൽ ഈശ്വരനെ നമ്മൾ വെച്ചിട്ടുള്ളത്. 2 മൂലയ്ക്ക്, രാവിലെ വൈകുന്നേരവും. ചിലർക്ക് വൈകുന്നേര സമയം കിട്ടാറില്ല രാവിലെ, ചിലർക്ക് രാവിലെ സമയം കിട്ടാറില്ല വൈകിട്ട്, ചിലർക്ക് വീക്കെൻഡുകളിൽ മാത്രമേ സമയം കിട്ടാറുള്ളൂ. അവിടെയും ഈശ്വരനെ ആശ്രയിക്കുന്നത് എന്തിനാ? വല്ലതും കിട്ടുമോ എന്നറിയാനാ. എന്നിട്ട് ഫുൾ പേടിയാ ഈശ്വരനെ ആശ്രയിക്കാൻ. വിളക്ക് കെട്ടാ പേടി, കരിന്തിരി കത്തിയാ പേടി, പൂ വീണാ പേടി, വീടില്ലേ പേടി, വാടിയാ പേടി, വാടിയില്ലെങ്കിൽ പേടി, സർവത്ര പേടിയാ. ഈശ്വര വിശ്വാസം നമ്മളെ ദുർബലരാക്കിയിരിക്കുന്നു. ഈശ്വര വിശ്വാസം നമ്മളെ ദുർബലരാക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അത് ഈശ്വര വിശ്വാസമല്ല, അത് ഗുണകരമല്ല. ഭഗവാൻ അർജുനനോട് ഗീതയിൽ എന്താ പറഞ്ഞത്? ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനമവസാദയേത്. അവനവൻ തന്നെ ഉദ്ധരിക്കണം. അവനവനെ ബലഹീനമാക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ആധ്യാത്മികതയോ സർവത്ര ബലഹീനതയാണ്. ഈ ഈശ്വരനെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിന് മുമ്പ്
ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പിലാൻ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷം സർവത്ര സർവതാ പേടിയ കല്ല് കഴുകിയിട്ട് കയറണോ കഴുകാതെ കയറണോ, വിളക്ക് കത്തിക്കണോ കത്തിക്കാതിരിക്കണോ, കത്തിച്ച് കെട്ടുപോയാൽ എന്താ പരിപാടി, അങ്ങനെ സർവത്ര പേടിയാണ്. വ്യാഴം അങ്ങോട്ട് മാറിയാൽ പേടി, ശനി ഇങ്ങോട്ട് മാറിയാൽ പേടി, സർവത്ര ഭയം. മനുഷ്യനെ ദുർബലമാക്കുന്നതാണ് ഈശ്വരവിശ്വാസമെങ്കിൽ നിരീശ്വരവാദമാണ് ശ്രേഷ്ഠം. മനുഷ്യൻ സബലനാവുകയാണ്, ബലത്തോടു കൂടിയവനാവുകയാണ് ചെയ്യേണ്ടത്. ബലത്തോടു കൂടിയവന് മാത്രമേ ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ആത്മവിശ്വാസമുള്ളവന് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ഇത് ഈ അവസരത്തിൽ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇത് ഇനിയും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വിസ്തരിച്ച് കേൾക്കും.